നമ്മുടെ നടൻ സിദ്ദിഖ് ഒളിവിലാണ്. ഒളിവിലായതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ സിദ്ദിഖിനെതിരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരു പെൺകുട്ടി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നിരുന്നു. ആ വെളിപ്പെടുത്തൽ ഏതാണ്ട് 2019 തന്നെ നടത്തിയതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വരികയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുമ്പോൾ അറസ്റ്റ് ഭയന്ന് നമ്മുടെ നടൻ സിദ്ദിഖ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നു. ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല. ഒരൊറ്റ വാക്കിലാണ് ഈ ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന് മാത്രമാണ്. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഓർഡർ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഓർഡർ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നടൻ സിദ്ദിഖിന് വേണ്ടി ഹാജരായത് നടൻ ദിലീപിന് വേണ്ടി 8ാം പ്രതിയായ, നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന് വേണ്ടി ഹാജരായിട്ടുള്ള അതേ അഡ്വക്കേറ്റ്സ് ബി രാമൻപിള്ള അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പ്രഗത്ഭരായ ഹൈക്കോടതി അഡ്വക്കേറ്റ്സാണ് അവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത്. ആ ഹാജരായ അവരുടെ എല്ലാം വാദം തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഇതിൽ അറസ്റ്റിന് ഒരു തടസ്സവുമില്ല എന്നുള്ള നിലയിൽ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ആകെ ആലോചിക്കാനുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരെ അറസ്റ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന മൊഴി കൊടുത്തിട്ടുള്ള പെൺകുട്ടിയുടെ പരാതി നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഏതാണ്ട് 10ഓളം വരുന്ന സീൽഡ് കവറുകളിലാക്കി പ്രോസിക്യൂഷൻ കോടതിയുടെ മുമ്പിൽ കൊടുത്തിരുന്നു. അതായത് മസ്കറ്റ് ഹോട്ടലിൽ ഈ പെൺകുട്ടി പറയുന്ന സമയത്ത് തന്നെ സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നു. കൂടാതെ അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളെല്ലാം അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യമെങ്കിൽ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി പറഞ്ഞേക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പരാതി വൈകുന്നത് പരാതി അവഗണിക്കാനുള്ളൊരു കാരണമേ അല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞേക്കുന്നത്. വിശദമായ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും ഇതെല്ലാമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ കള്ളക്കളി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹരീഷ് വാസുദേവൻ പറയുന്നൊരു കാര്യം. കാരണം ഇതിൽ പറയുന്നൊരു കാര്യം, പ്രതിയെ സഹായിക്കുന്ന നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഹരീഷ് വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പോട്ടെ, സിദ്ദിഖിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കുറേ കൂടി ദുർബലമായിട്ടാണ് ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത്. പക്ഷേ അതിനെല്ലാം തകർത്തുകൊണ്ട് മറ്റ് തെളിവുകളൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് സിദ്ദിഖിന് ജാമ്യം കോടതി കൃത്യമായി നിഷേധിച്ചിരിക്കുന്നു. ഈ പരാതി വരുന്നത് എന്താണെന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2019 പരാതി വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആ സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്തതിൽ ഈ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കമ്മിറ്റിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള, അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഗവൺമെൻറ് രൂപീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് കൊണ്ട് മാത്രം ഗവൺമെൻറ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടിയത് കൊണ്ട് മാത്രം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൂടി അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വന്ന പരാതിയാണിത്. ആ പരാതിയിന്മേൽ ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തതിന് യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷേ നടൻ സിദ്ദിഖ് ഇന്നലെകളിൽ വരെ പടമുകളിലെ കാക്കനാട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കാണാനില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹം എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2 താമസ സ്ഥലങ്ങളുണ്ട് എറണാകുളത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 സ്ഥലത്തും സിദ്ദിഖില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അദ്ദേഹം ഒളിവിലാണ്. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഏത് സമയത്തും അദ്ദേഹത്തെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഈ ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയതിൻ്റെ കാരണം നമുക്കറിയാം. മുകേഷിന് ജാമ്യം കൊടുത്തിരുന്നു. ഇതിനു മുമ്പ് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുള്ള വിജയ് ബാബുവിനും ജാമ്യം കൊടുത്തിരുന്നു. ആ ജാമ്യം കൊടുത്തപ്പോഴെല്ലാം ഉണ്ടായ ഒരു സംഗതികൾ, ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതും അങ്ങനെ വന്നാൽ അത് കുറ്റകരമല്ല എന്നുള്ളതുമൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷേ ഇത് ബലാത്സംഗ പരാതിയാണ് ഇത്തവണ സിദ്ദിഖിനെതിരെ വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഉഭയസമ്മത പ്രകാരമാണ് എന്നുള്ള ഒരു വാദം പോലും ഉന്നയിക്കാനായിട്ട് നമ്മുടെ സിദ്ദിഖിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രോസിക്യൂഷനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും
ഒക്കെ ഹരീഷ് വാസുദേവൻ പറയുന്നതനുസരിച്ച് പരാതിക്കാർക്ക് അനുകൂലമായിട്ടല്ല, പകരം പ്രതികൾക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഈ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ കാണാത്ത പോലെ നടിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനുണ്ടായിട്ടുള്ള വലിയ ഡാമേജ് പരിഹരിക്കാനുള്ള ഏക വഴി രണ്ട് കാര്യങ്ങളായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന നടന്മാരെയൊക്കെ കൈവിട്ടുകൊണ്ട് അവർക്കെതിരെ കൃത്യമായ നടപടി എടുത്താൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് വാനോളം ഉയർന്നേനെ. രണ്ടാമത്തെ കാര്യം, വയനാട്ടിലെ ഈ പറയുന്ന പുനരധിവാസം കൃത്യമായി നടപ്പിലാക്കിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് രണ്ടിനും കഴിയാതെ വേട്ടക്കാർക്കൊപ്പം ഓടുന്നൊരു സർക്കാരാണോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ സത്യത്തിൽ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ അറസ്റ്റ് ചെയ്യാനും റിമാൻഡ് ചെയ്യാനും ഒരു തടസ്സവുമില്ല. കാരണം അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നിലപാട് കൂടി കൊടുത്തിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ക്രിമിനൽ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവന്ന് വാദിച്ചിട്ട് പോലും അവരുടെ ഗണഗംഭീരമായ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവിട്ടേക്കുന്നത്. ആ ഉത്തരവ് പാലിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതിൻ്റെ മുകളിലുള്ള അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റും തയ്യാറാകുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ നടൻ സിദ്ദിഖ് ഓട്ടത്തിലാണ്. ഇതേ സിദ്ദിഖാണ് AMMA എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി നമ്മളോട് വന്നിരുന്ന് വേദമോദിയത് എന്ന് നിങ്ങളാരും മറന്നു പോകരുത്. സിദ്ദിഖും ജോമോളും ഒക്കെ കൂടി നമ്മളെ കുറേ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇവർ വേട്ടക്കാർക്കൊപ്പമാണ്. ഈ വേട്ടക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ചുമ്മാ വളരെ പുറത്തു വന്ന് വളരെ വിനയത്തോടുകൂടിയുള്ള ഡയലോഗുകളൊക്കെ വിടുന്നതാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹം നന്നായി പെരുമാറുന്ന ആളാണെന്നും നല്ല ആളാണെന്നും ഒക്കെ നിലക്കുള്ള വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. ചില ആളുകൾ വന്ന് ഈ പറയുന്ന ബിഗ് ബോസിലൊക്കെ വിജയമായിട്ടുള്ള പല ആളുകളൊക്കെ വന്നിട്ട് ഈ നടിയെ, അതായത് പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇത്തരം ശ്രമങ്ങളുടെ എല്ലാം പിന്നിൽ സിനിമയിൽ ചാൻസ് കിട്ടണമെന്നും നിന്ന് പിഴക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളെല്ലാം ഇവരുടെ അടിമക്കൂട്ടങ്ങളാണ്. ഈ അടിമക്കൂട്ടങ്ങൾ ഇന്ന് മുതൽ അടുത്ത പണിയെടുക്കേണ്ടി വരും. അതായത് നടൻ ദിലീപിന് വേണ്ടി എടുത്തതുപോലെ തന്നെ, ദിലീപേട്ടൻ പാവാട എന്നെടുത്തതുപോലെ തന്നെ ഇനിയിപ്പോൾ സിദ്ദിഖേട്ടൻ പാവാട, സിദ്ദിഖൊക്കെ പാവാട എന്ന് പറയുന്ന ഡയലോഗുമായി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഞാൻ കാത്തിരിക്കുന്നത് ഗവൺമെൻറ് എന്ത് നടപടിയെടുക്കുമെന്നാണ്. ഉടൻ തന്നെ, ഒരു സമയം പോലും എടുക്കാതെ ഈ പറയുന്ന ബലാത്സംഗ പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ നിയമം ഇവിടെ എല്ലാവർക്കും നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് ജനം വിശ്വസിക്കുന്ന ഒരു കാലം വരൂ. ഏതെങ്കിലും സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട സമയം എന്നെ അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നടൻ മെഴുക് മുകേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ജയസൂര്യക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള നടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് കോടതിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെൻറ്റും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ദുഃഖകരമായ യാഥാർത്ഥ്യം.